കാണാമല്ലോ സ്ക്രീന്. ഓക്കെ, അപ്പൊ നമ്മള് ബ്രയോഫൈറ്റ്സ് വരെ എന്ത് ചെയ്ത് പറഞ്ഞ് നിർത്തി. ഇനിയുള്ളത് ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേം, പിന്നെ ആൻജിയോസ്പേം. ആൻജിയോസ്പേം ഭയങ്കര ചെറിയ ടോപ്പിക് ആക്ച്വലി. അപ്പോ ടെറിഡോഫൈറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ, ടെറിഡോഫൈറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഇവരൊരു ഇതെന്ന് വെച്ചാൽ എന്താണ്, ദേ ആർ ഫസ്റ്റ് പ്ലാന്റ്സ് വിത്ത് എന്താണ് വാസ്കുലാർ ടിഷ്യൂസ്. ഫസ്റ്റ് പ്ലാന്റ്സ് ആണ്. ദേ ആർ ദ ഫസ്റ്റ് പ്ലാന്റ്സ് വിത്ത് വാസ്കുലർ ടിഷ്യൂസ്. വാസ്കുലർ ടിഷ്യൂ പറഞ്ഞ ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞ് തൈലം ആൻഡ് ഫ്ലോയം. അപ്പൊ ആൽഗെ ബ്രയോഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല. ടെറിഡോഫൈറ്റ് നമുക്കൊരു ട്രൂ പ്ലാന്റ് എന്നൊക്കെ ആയിട്ട് ഫസ്റ്റ് പറയാൻ പറ്റിയൊരു പ്ലാന്റ് ആരാണ്? ടെറിഡോഫൈറ്റ്. പിന്നെ എന്താണ്, ദേ ആർ ഫൗണ്ട് ഇൻ കൂൾ, ഡാം, അതേപോലെ ഷേഡി പ്ലേസസ്. അതേപോലെ തന്നെ കുറച്ച് തണുപ്പുള്ള കൂളായിട്ട് ഡാം പറ്റുന്ന ഷെയ്ഡുള്ള പ്ലേസസിലാണ് ടെറിഡോഫൈറ്റ്സ് എന്ത് ചെയ്യുക, വളരാൻ ആഗ്രഹം. ദേ ആർ ദ ഫസ്റ്റ് പ്ലാന്റ്സ് വിത്ത് വാസ്കുലാർ ടിഷ്യൂ. അതാണ് നമ്മൾ എപ്പോഴും ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം. സൈലോ ഫ്ലോ ഒക്കെ ആദ്യമായിട്ട് പ്രസന്റിങ് എവിടെ മുതലാണ്? ടെറിഡോഫൈറ്റ്സ് മുതലാണ്. ഓക്കെ, ഇവരിലും രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ദേ ഇൻക്ലൂഡ് ഫേൺസും ഉണ്ട്, ഹോസ്റ്റേൽസും ഉണ്ട്. പക്ഷെ എന്താണ്, നമ്മള് ബ്രയോഫൈറ്റ്സിന് ലിവർ വേർഡ്സ് മോസ്റ്റസ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു വലിയ ഡിഫറൻസിയേഷനും കാര്യങ്ങളൊന്നും ഇവരുടെ ലൈഫ് സൈക്കിളിലും കാര്യങ്ങളിലും ഒന്നും പറയുന്നില്ല. ജനറൽ ആയിട്ട് രണ്ടിനും ഓൾമോസ്റ്റ് എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പോ ഇനി ഇവിടെ കുറച്ച് ടേംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാല്, ഈ ടെറിഡോഫൈറ്റ്സ് മുതൽ ഇവർക്ക് എന്തുണ്ട്? റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് ലീഫ് ലൈക്ക്, റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഇവർക്ക് എന്തുണ്ട്? ദേ ഹാവ് റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ ലീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ലീവ്സ് ഉണ്ട്. ഒന്നാണ് മൈക്രോഫിൽ, രണ്ടാമത്താണ് ഇപ്പൊ എന്തായിരിക്കും? മാക്രോഫിൽ. മൈക്രോഫിൽ ഉണ്ട്, മൈക്രോഫിൽ ഉണ്ട്, മാക്രോഫിൽ ഉണ്ട്. മൈക്രോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലീവ്സ് ആണ്. എന്താണ്? സ്മോൾ ലീവ്സ് ആണ് മൈക്രോഫിൽ. മാക്രോഫിൽ പറഞ്ഞാൽ എന്താണ്? ബിഗ് അല്ലെങ്കിൽ ലാർജ് ലീവ്സ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കുക. രണ്ട് നെയിംസ്, ഈ രണ്ട് പേരുകൾ അറിഞ്ഞിരിക്കുക. മൈക്രോഫിലുണ്ട്, മാക്രോഫിലുണ്ട്. ടെറിഡോഫൈറ്റ്സിൽ നമുക്ക് രണ്ട് ടൈപ്പ് ലീവ്സ് കാണാൻ പറ്റും. മൈക്രോഫിലുണ്ട്, മാക്രോഫിലുണ്ട്. മൈക്രോഫിൽ പറഞ്ഞാൽ സ്മോൾ ലീവ്സ് ആണ്, മാക്രോഫിൽ പറഞ്ഞാൽ ലാർജ് ലീവ്സ് ആണ്. പിന്നെ അടുത്ത അറിയേണ്ട ഒരു ടേം ആണ് എന്ത്? സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് എന്താണ്, അതായത് സ്പോർസ് കൂടി കൂടി ചേർന്നിട്ട് എന്താണ്, ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ആവും. എന്താണ്? സ്പോർസ് ഫോം എ കോമ്പാക്ട് സ്ട്രക്ചർ. എവിടെ കാണാൻ പറ്റുക? ലീവ്സിൽ, ഓൺ ലീവ്സ്. അതായത് ഇപ്പൊ ഇവിടെ നോക്കണേ, ഇതൊരു ലീഫാണ്, ഇതൊരു ലീഫാണ് വിചാരിക്ക്. ഇവിടെ ഇങ്ങനെ സ്പോർസ്, ഒരുപാട് സ്പോർസ് കൂടിയിട്ട് ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ആവും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ?
സ്പോറാഞ്ചിയ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ കുറെ ഇവിടെ കുറെ സ്പോറാഞ്ചിയ. സ്പോർസ് ഇങ്ങനെ കോമ്പാക്ട് ആയിട്ട് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? സ്പോറാഞ്ചിയ ഉണ്ടാവും. അപ്പോ സ്പോർസ് കൂടി ചേർന്നിട്ടുള്ള ഫോം ചെയ്യുന്ന ലീവ്സ് ഫോം ചെയ്യുന്ന ഒരു കോമ്പാക്ട് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്പോറാഞ്ചിയ എന്ന് വിളിക്കുക. എന്നാണ് സ്പോർസ് കൂടി ചേർന്ന് ലീവ്സ് എന്നുള്ള ഒരു കോമ്പാക്ട് സ്ട്രക്ചറിനെയാണ് സ്പോറാഞ്ചിയ എന്ന് വിളിക്കുക. അപ്പോ അങ്ങനത്തെ ലീവ്സിനെ നമ്മൾ എന്ത് വിളിക്കും? അതായത് ഈ സ്പൊറാഞ്ചിയ പ്രസന്റ് ആയിട്ടുള്ള ലീവ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സ്പോറോഫിൽ എന്ന് വിളിക്കും. സ്പോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീവ്സ് വിത്ത് സ്പൊറാഞ്ചിയ. ഓക്കെ, ലീവ്സ് വിത്ത് സ്പൊറാഞ്ചിയ ആണ് എന്ത്? സ്പോറോഫിൽ. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി എന്താണ് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ പറഞ്ഞ് ആൽഗെ അതേപോലെ ബ്രയോഫൈറ്റ്സ്. ആൽഗെ ബ്രയോഫൈറ്റ് ഒക്കെ എന്താണ്? ഗാമറ്റോഫൈറ്റ് ആണ്. മെയിൻ പ്ലാന്റ് ബോഡി എന്താണ്? ഗാമറ്റോഫൈറ്റ് ആണ്. പക്ഷെ ഇനി ടെറിഡോഫൈറ്റ്സ് അതേപോലെ ജിംനോസ്പേം, ആൻജിയോസ്പേം ഒക്കെ വരുമ്പോ പ്ലാന്റ് ബോഡി എന്താവും? സ്പോറോഫൈറ്റ് ആവും. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെന്ത് ചെയ്യും? പ്ലാന്റ് ബോഡി, ഇവരെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി വെൽ ഡിഫറൻഷിയേറ്റഡ്. എന്തായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും? ട്രൂ റൂട്ട് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും, ലീഫ് ഉണ്ടാവും. ഓക്കെ, ആൽഗെ ബ്രയോഫൈറ്റ് ഒക്കെ ഗാമറ്റോഫൈറ്റ് എന്ന് താലസ് ലൈക്ക് എന്തെന്ന്? പ്ലാന്റ് ബോഡി എന്ന്. ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം ഒക്കെ വരുമ്പോ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ്. മെയിൻ പ്ലാന്റ് ബോഡി എന്തായിരിക്കും? സ്പോറോഫൈറ്റ്. മാത്രല്ല ദേ വിൽ ബി വെൽ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം, ലീവ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താന്ന് വെച്ചാല് ഇവരുടെ ലൈഫ് സൈക്കിൾ ആണ് എന്ത് നോക്കാനുള്ളത്. ലൈഫ് സൈക്കിള് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ലൈഫ് സൈക്കിൾ ഓഫ് ടെറിഡോഫൈറ്റ്സ്. നമ്മൾ ആരിന്ന് തുടങ്ങും? സ്പോറോഫൈറ്റ് എന്ന് തുടങ്ങും. സ്പോറോഫൈറ്റ് ആണ് എന്ത്? മെയിൻ പ്ലാന്റ് ബോഡി അല്ലെ? സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർ ബെയറിംഗ് പ്ലാന്റ് ബോഡി. സ്പോറോഫൈറ്റിൽ എവിടെയാണ് സ്പോർസ് ഉണ്ടാവുക? സ്പോറാഞ്ചിയയിലാണ് ഉണ്ടാവുക. നമ്മളിപ്പോ പറഞ്ഞ് സ്പോറാഞ്ചിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർസ് ഒക്കെ കൂടി ചെയ്യുന്ന ഒരു കോമ്പാക്ട് സ്ട്രക്ചർ. എവിടെ? ഓൺ ലീഫ് അല്ലെ? സ്പോറോഫൈറ്റ് ആണ് പ്ലാന്റ് ബോഡി, സ്പോറാഞ്ചിയ ലീവ്സും ഉണ്ടാവും. അങ്ങനെ ആ സ്പോറാഞ്ചിയയില് എന്തുണ്ടാവും? ഒരു സ്പോർ മദർ സെൽ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് സ്പോർ ഉണ്ടാവും. അതിൽ എന്തുണ്ടാവും? ഒരു സ്പോർ മദർ സെൽ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഒരു സ്പൊറാഞ്ചിയ വിചാരിക്കുന്നത്. ഒരുപാട് സ്പോർസ് കൂടി ചേർന്ന് കോമ്പാക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് എന്ത്? സ്പൊറാഞ്ചിയ അല്ലെ? ഇങ്ങനത്തെ ഒരുപാട് സ്പൊറാഞ്ചിയ എവിടെ ഉണ്ടാവും? ഒരു ലീഫും ഉണ്ടാവും. അങ്ങനെ ഇതില് ഒരെണ്ണം എന്തായിരിക്കും? ഒരു സ്പോർ മദർ സെൽ ഉണ്ടാവും. ഒരു സ്പോർ മദർ സെൽ ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു സ്പോർ മദർ സെൽ ഉണ്ടാവും. ഓക്കെ, ഇനി ആ സ്പോർ മദർ സെല്ലിന് എന്താ പറ്റുക നോക്കാം. സ്പോർ മദർ സെൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ അണ്ടർഗോ മിയോസിസ്. സ്പോർ മദർ സെല്ലിന് എന്ത് നടക്കും? മിയോസിസ് നടക്കും. മിയോസിസ് നടന്നിട്ട് എന്താ ഉണ്ടാവുക? മിയോസിസ് നടന്നിട്ട് സ്പോർ ഫോർമേഷൻ നടക്കും. ആ സ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കും, സ്പോർ ഫോർമേഷൻ നടക്കും. ഈ സ്പോർ എന്ത് ചെയ്യും? ഇത് ജെർമിനേറ്റ് ചെയ്യും. ഈ സ്പോർ എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും വെച്ചാല് ഒരു കളർ, ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു ഹാർഡ് ഷേപ്ഡ്, ഓക്കെ, ഒരു ഹാർഡ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും.
ഒരു ഹാർട്ട് ഷേപ്പിന്റെ സ്ട്രക്ചർ ഇവിടെ വരച്ച് കാണിച്ചാല് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിന്റെ സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ പേരാണ് എന്ത്? പ്രോതാലസ്. ഈ ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചറിന്റെ പേരാണ് എന്ത്? പ്രോതാലസ്. ഈ പ്രോതാലസിന് എന്തുണ്ടാവും? മെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും, ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ റൈസോയിഡ്സ് ഉണ്ടാവും കേട്ടോ. ഇതും ഇങ്ങനെ റൈസോയിഡ്സ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? മെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും. ഇത് പ്രോതാലസ് ആണ്. പ്രോതാലസിന് എന്തൊക്കെ ഉണ്ടാവും? ഇത് റൈസോയിഡ്സ്. ഇതെന്താണ്? റൈസോയിഡ്സ് ഉണ്ടാവും. ഇത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഫീമെയിൽ സെക്സ് ഓർഗന്റെ പേരെന്താണ്? പറയ്. ആർക്കിഗോണിയം. അതേപോലെ മെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും. എന്താണ്? ആന്തിരേഡിയം. ഒക്കെ എവിടെ കാണാം? ഈ ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ പ്രോതാലസിന്റെ സ്പോർ ഫോർമേഷൻ നടന്ന് അത് ജെർമിനേറ്റ് ചെയ്തുണ്ടാവണ ഈ പ്രോതാലസ് പറഞ്ഞ സ്ട്രക്ചറിന് രണ്ടും ഉണ്ടാവും. മെയിലും ഉണ്ടാവും, ഫീമെയിലും ഉണ്ടാവും, റൈസോയിഡ്സും ഉണ്ടാവും. എന്നിട്ട് പിന്നെ എന്തുണ്ടാവും? ഇവിടെ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും? ഇവർ രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവുക? സൈഗോട്ട് ഉണ്ടാവും, എംബ്രിയോ ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും? ഇത് വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പിന്നെ സ്പോറോഫൈറ്റ് ആവും. ഓക്കെ, സൈഗോട്ട് ഉണ്ടാവും, എംബ്രിയോ ഉണ്ടാവും. എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യും? സ്പോറോഫൈറ്റ് ഉണ്ടാവും. അങ്ങനെ എന്ത് ചെയ്യും? ലൈഫ് സൈക്കിള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മറക്കാൻ പാടില്ലാത്ത എന്താ വെച്ചാൽ ഈ പ്രോതാലസ് ആണ് ഈ ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ. പ്രോതാലസ് അതിന് രണ്ട് എന്തുണ്ടാവും? മെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാവും, ഫീമെയിലും ഉണ്ടാവും. അവര് ഗാമേറ്റ്സ് റിലീസ് ചെയ്യും, ഫ്യൂസ് ചെയ്യും, എംബ്രിയോ ഫോം ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും? സ്പോറോഫൈറ്റ്. ഇതാണ് എന്ത്? ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിൾ. ഇതാണ് ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിൾ. മറക്കരുത്. പിന്നെ പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് മെജോറിറ്റി ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്താണ്? ഇവിടെ ഇതിന്റെ മെജോറിറ്റി ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്താണ്? ഹോമോസ്പോറസ് ആണ്. ഹോമോസ്പോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോസ്പോറസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ടൈപ്പ് ഓഫ് സ്പോർസ് ആണ് അവരെന്ത് ചെയ്യുക? ഫോം ചെയ്യുക. എന്താണ്? സിമിലർ ടൈപ്പ് ഓഫ് സ്പോർസ് ആയിരിക്കും അവരെന്ത് ചെയ്യുക? ഫോം ചെയ്യും. ഓക്കെ, അതിന്റെ രണ്ട് എക്സെപ്ഷൻസ്, അതായത് രണ്ട് ടെറിഡോഫൈറ്റ് ഏതൊക്കെയാണ്? ഒന്ന് സെലാജിനിയം, രണ്ട് സാൽവീനിയം. ഇവര് രണ്ടുപേരും എന്താണ്? ഇവര് രണ്ടുപേരും ഹെറ്ററോസ്പോറസ് ആണ്. ഹെറ്ററോസ്പോറസ് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. ഇവര് ഫോം ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പോർസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് എന്താണ്? സ്മോൾ ആയിട്ടുള്ള മൈക്രോസ്പോർ. പിന്നെന്താണ്? ലാർജ് ആയിട്ടുള്ള മെഗാസ്പോർ. അങ്ങനെ രണ്ട് ടൈപ്പ് സ്പോർ. മൈക്രോസ്പോർ ഉണ്ടാവും, മെഗാസ്പോർ ഉണ്ടാവും. ഈ മൈക്രോസ്പോർ ആണ് എന്ത് ചെയ്യുക? മെയിൽ ഗാമേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. വേറെ മെഗാസ്പോർ ആണ് എന്ത്? ഫീമെയിൽ ഗാമേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഗാമറ്റ് അല്ല, ഗാമറ്റോഫൈറ്റ് കേട്ടോ. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഓക്കെ, എന്താണ്? രണ്ട് ടൈപ്പ് സ്പോർ കാണുന്നത് സെലാജിനിയയിലും സാൽവിയനിയയിലും. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ്? ഒന്ന് മൈക്രോസ്പോർ ഉണ്ട്, മെഗാസ്പോർ ഉണ്ട്. മൈക്രോസ്പോർ ആണ് മെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. മെഗാസ്പോർ ആണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് ഇവരുടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല് ഈ ടെറിഡോഫൈറ്റിന്റെ ഒരു ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇവല്യൂഷണറി ഇമ്പോർട്ടൻസ് ആണ് എന്ത്? ഞാൻ ഇവിടെ എഴുതണ്ടേ.
ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ത് ചെയ്യും? റീറ്റെയിൻ ചെയ്യും. എവിടെ? ഓൺ പാരന്റ് സ്പോറോഫൈറ്റ്. ഇത് എവിടെ കാണാൻ പറ്റും? ഹെട്രോസ്പോറസിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടാ. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഇവല്യൂഷണറി ഇമ്പോർട്ടൻസ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഇവല്യൂഷണറി ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ എന്താണ്? പ്രിക്കേഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ്. അതായത് ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടല്ലോ, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് പ്ലാന്റിന്, അതായത് പാരന്റ് സ്പോറോഫൈറ്റ് പ്ലാന്റിന് കുറച്ചു കാലം റീറ്റെയിൻ ചെയ്യും. അതായത് കുറച്ചു കാലം അവിടെ തന്നെ നിൽക്കും. അതെന്താണ്? അതൊരു ഇവല്യൂഷണറി ഇമ്പോർട്ടൻസ് ആണ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണല്ലോ സീഡ് ഹാബിറ്റ്. കാരണം ഫീമെയിൽ ഗാമറ്റ് എന്നാണല്ലോ എന്തുണ്ടാവുക ശരിക്കും. ഇപ്പൊ നമ്മൾ ഓവറി ഒവ്യൂൾ എന്നൊക്കെ പറയുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഫീമെയിൽ നിന്നാണ് വരുന്നത് അല്ലെ? അത് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്ത് എന്താ ഉണ്ടാവണത്? സീഡ് ഉണ്ടാവും. ജിംനോസ്പോമിലും ആൻജിയോസ്പോമിലും ഒക്കെ അല്ലെ? ഓവ്യൂള് ഫ്രൂട്ട്, ഓവറി ഫ്രൂട്ട് ആവും, ഓവ്യൂള് സീഡ് ആവും. ഇത് രണ്ടും വരുന്നത് എവിടെ നിന്നാണ്? ഫീമെയിൽ നിന്നാണ് വരുന്നത് അല്ലെ? അതാണ് എന്താവുന്നത്? പിന്നെ സീഡ് ആവുന്നതും ഫ്രൂട്ട് ആവുന്നതൊക്കെ. അതുകൊണ്ടാണ് ഇത് പ്രിക്കേഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഫീമെയിൽ ഇത് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാണ്, കുറച്ചു കാലം പാരന്റ് ബോഡിമ തന്നെ റീറ്റെയിൻ ചെയ്യാണ്. പക്ഷെ ഇതിന്റെ സീഡ് ഫോർമേഷനും കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പോ അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? പ്രിക്കേഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് മറക്കരുത്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് റീറ്റെയിൻ ഓൺ പാരന്റ് സ്പോറോഫൈറ്റ്. ഇതെന്താണ്? ദിസ് ഈസ് പ്രിക്കേഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ്. അപ്പൊ ടെറിഡോഫൈറ്റ് ശരിക്കും ഒരു ഇവല്യൂഷണറി റിലേഷൻ, അതായത് ബ്രയോഫൈറ്റിന്ന് ഇങ്ങോട്ട് വിട്ടും ചെയ്ത് എന്താണ് സീഡ് ഫോം ചെയ്യണ നമുക്ക് എത്തിയില്ല, ഇവിടുന്ന് വിട്ടും ചെയ്ത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു മെയിൻ ഒരു ലിങ്ക് ആണ് എന്ത്? ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. പിന്നെ നിങ്ങൾ ഇതിൽ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാല് എന്താണ്? ടെറിഡോഫൈറ്റിന്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്. ടെറിഡോഫൈറ്റ്സില് കുറച്ച് ടൈപ്സ് ഉണ്ട്. ഒരു 4 ടൈപ്പിനെ വെച്ച് പറഞ്ഞു. ഒന്ന് സിലോപ്സിഡ. ഇതൊക്കെ ചോദിക്കൂട്ടാ, അതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. സിലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫെനോപ്സിഡ, ടീറോപ്സിഡ. മറക്കരുത്. ഇതിന് എക്സാമ്പിളും കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിച്ച് വെക്കണം. സിലോപ്സിഡന്റെ എക്സാമ്പിൾ ആണ് ഏത്? സിലോട്ട്. ആലോചിക്കാൻ ഈസിയാണ്. സിലോപ്സിഡ, സിലോട്ടം. ലൈക്കോപ്സിഡന്റെ എക്സാമ്പിൾ ആണ് ഇത്? സെലാജിനെല്ല, ലൈക്കോപോഡിയം. ലൈക്കോപോഡിയം. സ്ഫെനോപ്സിഡന്റെ എക്സാമ്പിൾ ആണ് ഇക്യൂസിറ്റം. ടീറോപ്സിഡന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഡ്രയോപ്റ്റെറിസ് ഉണ്ട്, ടെറിസ് ഉണ്ട്, അതേപോലെ അഡിയാൻഡം ഉണ്ട്. ഇനി ഇവിടെ ഒന്ന് നോക്കണേ. ഈ ലൈക്കോപോഡിയം ഉണ്ടല്ലോ, ലൈക്കോപോഡിയത്തെ നമ്മൾ എന്ത് വിളിക്കും? ക്ലബ് മോസ് എന്ന് വിളിക്കും. അഡിയാൻഡത്തിന് എന്ത് വിളിക്കും? വാക്കിൽ ഫേൺ എന്ന് വിളിക്കും. പണ്ട് ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ശരിക്കും ഔട്ട് ഓഫ് എൻസിആർടി ആണ് തോന്നണേ. പക്ഷെ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് നോൺ ആസ് വാക്കിംഗ് ഫേൺ എന്തോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം വെച്ചാല് നോക്ക്, നമ്മള് ക്ലബ് മോസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മോസ് ആണ്. മോസ് ഏതിലാ വരുന്നത്? ബ്രയോഫൈറ്റിലാ വരുന്നത് അല്ലെ? ക്ലബ് മോസ് അല്ല. ഇറ്റ് ഇസ് എ ടെറിഡോഫൈറ്റ്. ലൈക്കോപ്സിഡിന്റെ അടിയിൽ വരുന്ന ലൈക്കോപോഡിയത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലബ് മോസ് എന്ന് വിളിക്കുന്നത്. അടിയാണ്ടത്തിന് നമ്മൾ എന്താ വിളിക്കാം? വാക്കിംഗ് ഫേൺ എന്ന് വിളിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്?
ടെറിഡോഫൈറ്റ്സിനെ പറ്റിയിട്ട് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു, കുറച്ച് ടെർമിനോളജീസ് പറഞ്ഞിരിക്കും. മൈക്രോഫിൽ, മാക്രോഫിൽ, പിന്നെ സ്പൊറാഞ്ചിയ, അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് സൈക്കിൾ പറഞ്ഞ്, ടൈപ്സ് ഓഫ് ടെറിഡോഫൈറ്റ്സ് പറഞ്ഞ്, പിന്നെ എന്താ പറഞ്ഞ്, പിന്നെ ഹോമോസ്പോറസ്, ഹെട്രോസ്പോറസ് എങ്ങനെയാണ് പ്രിക്കോഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൂടി നോക്കാം. The pteridophytes include host tails and ferns. Pteridophytes are used for medicinal purpose and as soil binders. They are also frequently grown as ornamentals. അതായത് ഓർണമെന്റൽസ് എന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടിലൊക്കെ, അപ്പൊ എന്റെ വീട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഫ്ലവർ വൈസില് എന്താണ് ഈ ടെറിഡോഫൈറ്റ്സ് പോലത്തെ പ്ലാന്റ്സ് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്താ പറയാ, ചില എന്തൊക്കെ ഉണ്ടാവില്ലേ, എക്സിബിഷൻ ഒക്കെ. കേട്ടില്ല. അലങ്കാര ചെടി. അതന്നെ, ചില എക്സിബിഷൻ ഒക്കെ പോകുമ്പോ കാണാൻ പറ്റും. പണ്ടൊക്കെ ഇവിടുന്ന് കൊടുന്ന് വെച്ചതാ തോന്നുന്നു. നല്ല ഭംഗിയാണ് അത് കാണാൻ. പല ടൈപ്പ് ഉണ്ടാവും. ഒരു എന്താ പറയാ, ഇതേപോലെ ഈ സ്ട്രോബൈലസ് ഒക്കെ ഉള്ള ഇക്കിസെറ്റുമുള്ള സ്ട്രോബൈലസ് ഉണ്ടല്ലോ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ട്രോബൈലസ് ഉള്ള ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ലീഫ് ഉള്ള ഒരു പ്ലാന്റ് ഉണ്ട്. നമുക്ക് തൊടുമ്പോ പെട്ടെന്ന് തോന്നും എന്താണ് ഇതാണെന്ന്, പ്ലാസ്റ്റിക് ആണെന്ന്. പക്ഷെ അത് ഇവരിങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്ത് ഒരു ഗോൾഡൻ കളറിലൊക്കെ ആക്കി നല്ല വേസിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഓർണമെന്റൽസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് എന്ത്, ടെറിഡോഫൈറ്റ്സ്. ഇവല്യൂഷണറി ദേ ആർ ദ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ടു പോസസ് വാസ്കുലർ ടിഷ്യൂസ്. ഇത് മറക്കരുത്. ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ടു പോസസ് വാസ്കുലർ ടിഷ്യൂസ് ഏതാണ്? സൈലോ ഫ്ലോയം പൊസസ് ചെയ്യുന്ന ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ് ഇത്, pteridophytes. You should study more about this tissue in chapter 6. The pteridophytes are found in cool, damp, shady places. Some may flourish well in sandy soil conditions. യൂഷ്വലി കാണുന്നത് എന്താണ്, കൂൾ, ഡാംപ്, ഷെയ്ഡി പ്ലേസസിലാണ്. എന്നാൽ എന്താണ്, ചിലതിന് നമുക്ക് സാൻഡി സോയിൽ കണ്ടീഷൻസിലും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. You may recall that in bryophytes, the dominant phase in the life cycle is gametophyte. However, in pteridophyte, the main plant body is sporophyte, which is differentiated into true root, leaf, stems. നമ്മൾ പറഞ്ഞ ആൽഗെ ബ്രയോഫൈറ്റിനൊക്കെ മെയിൻ പ്ലാന്റ് ബോഡി ഏതാണ്, ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആണ്. പാരാസ്റ്റെറിഡോഫൈറ്റ് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് എന്താണ്, പ്ലാന്റ് ബോഡി ഏതാണ്, സ്പോറോഫൈറ്റ് ആണ്. വിച്ച് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ട്രൂ റൂട്ട്, സ്റ്റെം, ലീവ്സ്. അവിടൊക്കെ എന്ത് ചെയ്യുന്നു, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ താലസ് ലൈക്ക് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ചെയ്യുന്നു. ഇങ്ങോട്ട് എത്തിയപ്പോ എന്താണ്, ട്രൂ റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്. These organs possess well differentiated vascular tissues. നമ്മൾ പറഞ്ഞു. The leaves in pteridophytes are small. രണ്ട് ടൈപ്പ് ഉണ്ട്, മൈക്രോഫിൽസ് ഉണ്ട്, മാക്രോഫിൽസ് ഉണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് നോക്കണേ. അപ്പോ മൈക്രോഫിൽസ് ഏതിലാ കാണുക, സെലാജിനല്ല. മാക്രോഫിൽ കാണല് ഫേൺസിൽ. മറക്കരുത്, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്. ഓക്കെ. The sporophyte bears sporangia that are subtended by leaf-like appendages called sporophyte. അതായത് സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ പ്ലാന്റ് ബോഡി, സ്പോർസ് ബെയറിംഗ് പ്ലാന്റ് ബോഡി. അതിലെ ലീഫും എന്തുണ്ടാവും, സ്പോർസ് ഒക്കെ കൂടി ഇങ്ങനെ കോമ്പാക്ട് ആയിട്ടുള്ള എന്തുണ്ടാവും, സ്പൊറാഞ്ചി ഉണ്ടാവും. ഈ സ്പൊറാഞ്ചി ഉള്ള പ്ലാന്റിനെ നമ്മൾ എന്ത് വിളിക്കും, സ്പോറോഫിൽ എന്ന് വിളിക്കും. In some cases, sporophyll may form distinct compact structure called strobili or cones. Okay. ചില സ്പോറോഫിൽസ് എന്ത് ചെയ്യും, കോമ്പാക്ട് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള സ്ട്രോബൈലി അല്ലെങ്കിൽ കോൺസ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇവിടെ നോക്ക്, ഈ പിക്ചർ കണ്ട, ഇതാണ് സ്ട്രോബൈലസ് അല്ലെങ്കിൽ കോണ്. ഇതിങ്ങനെ ഈ സംഭവങ്ങൾ ഇതിങ്ങനെ ഈ സ്പൊറാഞ്ചിയെ അങ്ങനെ എടുത്തെടുത്തെടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, സ്ട്രോബൈലസ് അല്ലെങ്കിൽ കോണ് പോലുള്ള സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യും, ചില പ്ലാന്റ് ബോഡീസിൽ ഫോം ചെയ്യും. എക്സാമ്പിൾസ് കൊടുത്തിന്, സെലാജിനല്, നിക്യുസെറ്റീവ്. എക്സാമ്പിൾസ് ഒന്നും എന്ത് ചെയ്തു നിങ്ങൾ മറക്കരുത്. The sporangia produce spores by meiosis in spore mothers. നമ്മൾ പറഞ്ഞു, the spore germinate to give rise to inconspicuous small but multicellular എന്താണ്, ഫ്രീ ലിവിംഗ് mostly photosynthetic thalloid gametophyte called പ്രോതാലസ്. ആ പ്രോതാലസിന്റെ ഡിസ്ക്രിപ്ഷൻ, inconspicuous small multi
ലിവിങ് മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഗാമറ്റോഫൈറ്റിക് പ്രോത്താലസ്. മറക്കരുത്, ഇതൊക്കെ ചോദിക്കും, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. കണ്ടിട്ടുണ്ട്, മറക്കരുത്. എന്താണ് ഇൻകോൺസ്പിക്കസ് ആണ്. ഇൻകോൺസ്പിക്കസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തേ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. സ്മോൾ ആണ്, മൾട്ടി സെല്ലുലാർ ആണ്, ഫ്രീ ലിവിങ് ആണ്, മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആണ്. താലോയിഡ് ഗാമറ്റോഫൈറ്റ് കോൾഡ് എന്താണ്? പ്രോത്താലസ്. ഇനി this gametophyte require cool, damp, shady place to grow. ഏതിന്? പ്രോത്താലസിന്. Because of this specific restricted requirement and the need for water for fertilization, the spread of living pteridophyte is limited to restricted to narrow geographical regions. അതായത് ഈ പ്രോത്താലസിന് വളരാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കൂൾ, ഡാം, ഷെയ്ഡി പ്ലേസസ് വേണം. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും അത് ആ റിക്വയർമെന്റ്സ് ഒന്നും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് ടെറിഡോഫൈറ്റ്സിന്റെ ഗ്രോത്ത് റെസ്ട്രിക്റ്റഡ് ആയി പോയിട്ടുണ്ട്. കാരണം ഈ പ്രോത്താലസിന് വേണ്ട ഇനി എന്തുണ്ടാവാന്? മെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാവാനും പിന്നെ ഫ്യൂഷൻ നടക്കാനും എവിടുന്നാ വരുന്നത്? പ്രോത്താലസിനാ വരുന്നത്. പക്ഷെ അവർക്ക് ഇങ്ങനൊരു റിക്വയർമെന്റ് വേണം. ഈ പ്രോത്താലസ് ഉണ്ടാകുമ്പോൾ അവിടെ കൂൾ പ്ലേസ് ആവണം, അല്ലെങ്കിൽ എന്താ പറയാ മോസ്റ്റ് പ്ലേസ് ആവണം, ഫെർട്ടിലൈസേഷൻ വാട്ടർ വേണം എന്നൊക്കെയുള്ള അത്രയും റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? ടെറിഡോഫൈറ്റ്സിന്റെ ഗ്രോത്ത് എന്തായി പോകും? റെസ്ട്രിക്റ്റഡ് ആയി പോകും. The gametophyte bear male and female sex organ called antheridia and archegonia. നമ്മൾ പറഞ്ഞ് പ്രോത്താലസിൽ എന്ത് കാണാൻ പറ്റും? മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് കാണാൻ പറ്റും. Water is required for transfer of antherozoids, the male gamete released from antheridia, to the mouth of archegonia. Fusion of male gamete with egg present in the archegonia result in the formation of zygote. Zygote thereafter produce a multicellular, well-differentiated sporophyte, which is dominant phase of the pteridophyte. നമ്മളിവിടെ ലൈഫ് സൈക്കിളിൽ പറഞ്ഞ് പ്രോത്താലസിൽ എന്തുണ്ടാവും? ആർക്കിഗോണിയ ഉണ്ടാവും, ആന്ത്രീഡിയം ഉണ്ടാവും, സൈഗോട്ട് ഫോം ചെയ്യും, എംബ്രിയോ ഫോം ചെയ്യും. എംബ്രിയോ എന്തുണ്ടാവും? വെൽ ഡിഫറൻഷിയേറ്റഡ് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും, വിച്ച് ഇസ് ദ മെയിൻ പ്ലാന്റ് ബോഡി. In majority of pteridophytes, all the spores are similar. അതായത് എന്താണ്? ഹോമോസ്പോറസ് ആണ്. ഏതിലാണ് ഹെട്രോസ്പോറസ് ഉള്ളത്? Genera like Selaginella and Salvinia, which produce two kind of spores. ഏതൊക്കെ? മാക്രോ, മൈക്രോ, ആർ നോൺ as എന്താണ്? ഹെട്രോസ്പോറസ്. അപ്പൊ സെലാജിനല്ലയിലും സാൽവീനിയയിലുമാണ് എന്തുള്ളത്? ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ. ഏതൊക്കെയാണ് ഹെട്രോസ്പോർ? മാക്രോസ്പോർ അല്ലെങ്കിൽ മെഗാസ്പോർ ഉണ്ടാവും, മൈക്രോസ്പോർ ഉണ്ടാവും. The megaspore and microspore germinate and give rise to female and male gametophyte respectively. മെഗാസ്പോർ ഫീമെയിലും ആവും, മൈക്രോസ്പോർ എന്താവും? മെയിലും ആവും. ഓക്കെ. The female gametophytes in these plants are retained on the parent sporophyte for variable period. Female gametophyte എന്ത് ചെയ്യും? പാരന്റ് നിന്ന് പെട്ടെന്ന് തന്നെ ഡിറ്റാച്ച് ആയി പോവില്ല. പകരം പാരന്റ് സ്പോറോഫൈറ്റ് ബോഡിയിൽ കുറച്ചു കാലം കൂടി റീറ്റെയിൻ ചെയ്യും. അതാണ് എന്ത്? The development of zygote into young embryo take place within the female gametophyte. ഇത് നമ്മൾക്ക് എവിടെ കാണാൻ പറ്റുക? ഹയർ പ്ലാന്റ്സിൽ, ജിംനോസ്പെർമിലും ആൻജിയോസ്പെർമിലും ഒക്കെ ആണ് എന്തുള്ളത്? പാരന്റ് ബോഡിയിൽ തന്നെ എന്തുണ്ടാവുന്നത്? ഫ്രൂട്ടും സീഡും ഒക്കെ ഉണ്ടാവുന്നതും സൈഗോട്ട് ഫോം ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹയർ പ്ലാന്റ്സിലാണ്. അപ്പൊ അതിന്റെ ഒരു പ്രിക്കേഴ്സർ ഫോം ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്? ടെറിഡോഫൈറ്റ്സിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് വിളിക്കും? These events is precursor to seed habit and considered as an important step in evolution. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെറിഡോഫൈറ്റ് ഒരു ലിങ്ക് ആണ്. ലോവർ പ്ലാന്റ്സിൽ നിന്ന് ഹയർ പ്ലാന്റ്സിലേക്ക് എത്തുമ്പോൾ ഒരു ലിങ്ക് ആണ്. പ്രിക്കഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ് പോലെയുള്ള, അതേപോലെ എന്താണ് പാരന്റ് സ്പോറോഫൈറ്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡിറ്റാച്ച് ആയി പോവാത്ത എന്താണുള്ളത്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കുന്നത് ആരാണ്? ടെറിഡോഫൈറ്റ്സ് ആണ്. പിന്നെ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? ടെറിഡോഫൈറ്റ്സിന്റെ ഒരു ക്ലാസ് ഫർദർ ഒരു ക്ലാസിഫൈഡ് ഇൻടു ഒരു 4 ക്ലാസ്സസ്. ഏതൊക്കെയാണ്? സിലോപ്സിഡ, ലൈക്കോപ്സിഡ, സെനോപ്സിഡ, ടെറോപ്സിഡ. 4 ക്ലാസ്സസ് എന്ന് പറഞ്ഞ് അതിന്റെ അടിയിൽ വരുന്ന എക്സാമ്പിൾസ് പഠിക്കണം. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലാണ്ടും ചോദിക്കാൻ പറ്റും. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമ്മളിവിടെ ഈ സാധനമില്ലേ, ഇത് പഠിക്കാം, ഇത് പഠിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ടേബിൾ പോലെ പഠിക്കുന്നതാണ് കുറച്ചും കൂടി ഈസി.
എങ്കിൽ അങ്ങനെ നോക്കി പഠിച്ചാലും മതി. അപ്പൊ അത്രയാണ് നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞ്, ടെറിഡോഫൈറ്റ്സിനെ പറ്റി പറഞ്ഞത്, ലൈഫ് സൈക്കിൾ പറഞ്ഞ്, ക്ലാസിഫിക്കേഷൻ പറഞ്ഞ്, പിന്നെന്താണ്, ഇവരെ ഒരു ഇമ്പോർട്ടന്റ് ലിങ്ക് ആണ് ബിറ്റ്വീൻ ലോവർ പ്ലാന്റ്സ് ആൻഡ് ഹയർ പ്ലാന്റ്സ്. അത്രയാണ് നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞ്, ടെറിഡോഫൈറ്റ്സിനെ പറ്റി പറഞ്ഞത്. അടുത്തതാണ് എന്ത്, ജിംനോസ്പേംസ്. ഓക്കെ, അപ്പൊ ജിംനോസ്പേംസ് വരുമ്പോ ആദ്യം പറയുകയാണെങ്കിൽ ഈ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് ഇവരെന്ത് വിളിക്കുന്ന പറയാം, ഇവരെ സ്പെർമാറ്റോഫൈറ്റ് എന്ന് വിളിക്കും. എന്താണ്? They are known as spermatophytes. Spermatophytes എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് ബെയറിംഗ് അല്ലെങ്കിൽ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കാം? സ്പെർമാറ്റോഫൈറ്റ്സ് എന്ന് വിളിക്കാം. അപ്പൊ ജിംനോസ്പെർമിനെയും ആൻജിയോസ്പെർമിനെയും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സ്പെർമാറ്റോഫൈറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റും. They are seed bearing plants. ഇനി ജിംനോസ്പേംസിന്റെ ഒരു എന്ന് പറഞ്ഞാല്, ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? They are ovules are not enclosed by എന്താണ്? ovary wall. അതുകൊണ്ട് തന്നെ എന്താണ്? They retain exposed. ഈ മേലത്തെ ഫിഗറിൽ നിങ്ങൾ കാണില്ലേ, ഈ സംഭവം, ഇതൊക്കെ ഇതിന്റെ സീഡാണ്. ഇതിന്റെ പുറത്ത് എന്തില്ല? ഒരു ഫ്രൂട്ടില്ല. ഇതൊക്കെ ഇതിന്റെ സീഡാണ്. അപ്പൊ എന്താണ്? നമുക്കറിയാം, ഒവ്യൂളാണ് എന്തായി മാറുന്നത്? സീഡായി മാറുന്നത്. ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നത്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഒവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ ഓവറി വാൾ. അതായത് ഇവരുടെ പുറത്തൊരു ഫ്രൂട്ട് വരുന്നില്ല. സീഡ് മാത്രമായിട്ട് നേക്കഡ് സീഡ്സ് ആണ്. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേക്കഡ് സീഡ്സ് ആണ്. എന്ത്? ജിംനോസ്പേംസ് എന്താണ്? നേക്കഡ് സീഡ്സ് ആണ്. പിന്നെന്താന്ന് വെച്ചാല് ദേ ഇൻക്ലൂഡ് എന്താണ്? മീഡിയം ആൻഡ് large sized trees. Okay, they include medium and large sized trees. പിന്നെ ഒരു ഫീച്ചർ എന്താന്ന് വെച്ചാല് ഇവരെന്താണ്? They are adapted to dry or cold habit. Okay, dry അല്ലെങ്കിൽ കോൾഡ് ഹാബിറ്റ്, രണ്ടിലും ഇവരെന്താണ്? അഡാപ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് കുറച്ച് അഡാപ്റ്റേഷൻസ് വേണ്ടേ? അങ്ങനെ ജിംനോസ്പേമിനുള്ള കുറച്ച് അഡാപ്റ്റേഷൻസിനെ പറ്റിയിട്ട് നമ്മളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാല്, എന്ത് ചെയ്യണം? ഇങ്ങനെ ഡ്രൈ എൻവയോൺമെന്റിലൊക്കെ വളരണമെങ്കിൽ എന്ത് വേണം? പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ഇവാപറേഷൻ നടന്നു പോകാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം? ലീഫിന്റെ സർഫസ് എന്ത് ചെയ്യണം? ലീഫിന്റെ സർഫസ് ഏരിയ കുറക്കണം. അപ്പൊ ഇവർക്ക് എന്താണുള്ളത്? ഇവർക്കുള്ളത് നീഡിൽ ലൈക്ക് ലീവ്സ് ആണ്. സർഫസ് ഏരിയ വളരെ കുറവുള്ള നീഡിൽ ലൈക്ക് ലീവ്സ് ആണ് ജിംനോസ്പേംസിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഇവരുടെ ഒരു അഡാപ്റ്റേഷൻ ആണ്. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഇവർക്ക് എന്തുണ്ട്? തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്. പെട്ടെന്ന് ഇവാപറേഷൻ നടന്നു പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇവർക്ക് എന്തുണ്ട്? തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്. മൂന്നാമത്തെ എന്താന്ന് വെച്ചാൽ എന്താണ്? ഇവരുടെ സ്റ്റൊമാറ്റ സങ്കൺ ആണ്. ദേ ഹാവ് സങ്കൺ സ്റ്റൊമേറ്റ. അതായത് സ്റ്റൊമേറ്റ വെൽ എക്സ്പോസ്ഡ് ആണെങ്കിൽ എന്ത് നടക്കും? പെട്ടെന്ന് ഇവാപറേഷൻ നടക്കും, വാട്ടർ കണ്ടന്റ് കുറയും. അവർക്ക് എന്താണുള്ളത്? സങ്കൺ സ്റ്റൊമേറ്റ. പിന്നെ രണ്ട് റൂട്ട് അസോസിയേഷൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. റൂട്ട് അസോസിയേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ എന്താണ്?
റൂട്ട് അസോസിയേഷൻ വിത്ത് ഫംഗൈ ആണ് മൈക്കോറൈസ. പിന്നെ റൂട്ട് അസോസിയേഷൻ വിത്ത് ഫംഗൈ ആണ് എന്ത് മൈക്കോറൈസ. അതായത് ജിംനോസ്പേംസിന്റെ റൂട്ട് എന്തായിട്ട് ഫംഗൈനായിട്ടുള്ള അസോസിയേഷൻ ആണ് മൈക്കോറൈസ. അതേപോലെ കോറലോയിഡ് റൂട്ട് N2 ഫിക്സിംഗ് സൈനോബാക്ടീരിയനായിട്ട് എന്താണ് ഒരു കോറലോയിഡ് റൂട്ട് അസോസിയേഷൻ ഉണ്ട്. N2 ഫിക്സിംഗ് സൈനോബാക്ടീരിയ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് NCERT വായിക്കുമ്പോൾ നോക്കാം. രണ്ട് റൂട്ട് അസോസിയേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് മൈക്കോറൈസ എന്ന് പറയുമ്പോൾ ഫംഗൈനായിട്ടുള്ള അസോസിയേഷൻ ആണ്. ഇവിടെ N2 ഫിക്സിംഗ് സൈനോബാക്ടീരിയനായിട്ടുള്ള അസോസിയേഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത് ജിംനോസ്പേമിന്റെ ഫീച്ചേഴ്സിനും കാര്യങ്ങളിലും പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, naked seeds ആണ്. അവർക്ക് എന്തില്ല, ഓവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ ഓവറി വാൾ. പിന്നെന്താണ്, മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് ട്രീസ് ഉണ്ട്. ദേ ആർ അഡാപ്റ്റഡ് ടു ഡ്രൈ ഓർ കോൾഡ് ഹാബിറ്ററ്റ്. അങ്ങനെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് അഡാപ്റ്റേഷൻസ് വേണം. ആ അഡാപ്റ്റേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്, നീഡി ലൈക്ക് ലീവ്സ് ഉണ്ട്, തിക് ക്യൂട്ടിക്കിൾ ഉണ്ട്, സങ്കൺ സ്റ്റൊമാറ്റ ഉണ്ട്. പിന്നെ രണ്ട് റൂട്ട് അസോസിയേഷൻസിനെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ നോക്കാനുള്ളത് ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിൾ ആണ്. ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിൾ ആക്ച്വലി ഞാൻ പേജ് ഇട്ടപ്പോ തെറ്റിപ്പോയി. കേട്ടോ, ഇത് ആക്ച്വലി ആൻജിയോസ്പേമിന്റെ ആണ്, നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിന് പകരം ഞാൻ ഇവിടെ ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിൾ ഞാൻ ഇവിടെ കാണിച്ചത്. ഓക്കെ, ലൈഫ് സൈക്കിളോ ജിംനോസ്പേംസ്. ഓക്കെ, ലൈഫ് സൈക്കിൾ ഓഫ് ജിംനോസ്പേംസ്. ഇത് നിങ്ങൾക്ക് വേണ്ട, കട്ട് ചെയ്തു. ലൈഫ് സൈക്കിൾ ഓഫ് ജിംനോസ്പേം. അപ്പൊ ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ഇവിടുന്ന് തുടങ്ങാം. നമ്മൾ പറഞ്ഞു സ്പോറോഫിൽ എന്ന് പറഞ്ഞ എന്താണ്, സ്പോറാഞ്ചിയ ബെയറിംഗ് ലീവ്സിനെ നമ്മൾ എന്ത് പറയാ, സ്പോറോഫിൽ എന്ന് പറയാം. അപ്പൊ മൈക്രോ സ്പോറോഫിൽസ് ഉണ്ട്, മൈക്രോ സ്പോറോഫിൽ ഉണ്ട്, അതേപോലെ എന്തുണ്ട്, മെഗാ സ്പോറോഫിൽ ഉണ്ട് അല്ലെ. മൈക്രോ സ്പോറോഫിൽ എന്ന് പറഞ്ഞാല് അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഉള്ളില് മൈക്രോ സ്പൊറാഞ്ചി ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും, മെഗാ സ്പൊറാഞ്ചി ഉണ്ടാവും. ഇവിടെ നോക്കണേ, ഇത് ഇതാണ് മൈക്രോ സ്പോറോഫിൽ കേട്ടോ. ഇതാണ് മൈക്രോസ്പോറോഫിൽ. ഇതിനുള്ളിൽ എന്തുണ്ടാവും, കുറെ മൈക്രോസ്പോർസ് ഉണ്ടാവും. കുറെ എന്തുണ്ടാവും, മൈക്രോസ്പോർ ഉണ്ടാവും. അതിൽ ഒരെണ്ണം എന്തായിരിക്കും, ഇതെന്തായിരിക്കും, അല്ല സോറി, ഇതൊക്കെ എന്താണ്, മൈക്രോസ്പോറാഞ്ചിനുള്ളിൽ കുറെ എന്തുണ്ടാവും, ഇതൊക്കെ എന്താണ്, മൈക്രോസ്പോർ മദർ സെൽസ് ആണ്. ഈ റെഡ് കളറൊക്കെ എന്താണ്, ഇവിടെ ലേബിൾ ചെയ്ത് തരാം. ഇതെന്താണ്, മൈക്രോസ്പോർ മദർ സെൽ. മൈക്രോസ്പോറോഫിലിന് മൈക്രോസ്പോറാഞ്ചി ഉണ്ടാവും. മൈക്രോസ്പോറാഞ്ചിയിൽ നിന്നുണ്ടാവും മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവും. ഈ മൈക്രോസ്പോർ മദർ സെല്ലിന് എന്ത് സംഭവിക്കും അറിയോ, ഇവർക്ക് എന്ത് നടക്കും, മിയോസിസ് നടക്കും. മിയോസിസ് നടന്നിട്ട് എന്താ ഉണ്ടാവുക, മിയോസിസ് നടന്നിട്ട് എന്തുണ്ടാവും, കുറെ മൈക്രോ സ്പോർസ് ഉണ്ടാവും. മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കും, മൈക്രോസ്പോർസ് ഉണ്ടാവും. ഈ മൈക്രോസ്പോറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പോളൻ ഗ്രെയിൻ ഓർ എന്താണ്,
നമ്മളുടെ മെയിൽ ഗാമെറ്റ്. ഓക്കെ, മൈക്രോസ്പോറോഫിലിന്റെ ഉള്ളില് മൈക്രോസ്പോറോഫിൽ എന്ന് പറഞ്ഞതാണ് സ്മോൾ ലീവ്സ് ബെയറിംഗ് സ്പൊറാഞ്ചിയ. അപ്പൊ മൈക്രോസ്പോറോഫിൽമ ആകുമ്പോൾ മൈക്രോസ്പോറാഞ്ചിയന്റെ ഉള്ളിൽ എന്തുണ്ടാവുക, കുറെ മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവും. ഈ മൈക്രോസ്പോർ മദർ സെല്ലിന് എന്ത് നടക്കും, മിയോസിസ് നടന്നിട്ട് മൈക്രോസ്പോർസ് ഉണ്ടാവും. ഈ മൈക്രോസ്പോർസിനെ നമ്മൾ എന്താ വിളിക്കുക, പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമെറ്റ്. ഇത് എന്നിട്ട് ഇങ്ങനെ വിൻഡ് വഴി വരും. വിൻഡ് പോളിനേഷൻ ആണ് ഇതിൽ ജിംനോസ്പേമിലൊക്കെ. മറ്റേ രണ്ടിൽ ഇതിന് വാട്ടർ ആയിരുന്നു മീഡിയം, ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലും. ത്രൂ വിൻഡ് വന്നിട്ട് ഇവിടെ എത്തി വിചാരിക്കും. അപ്പൊ അതേപോലെ ഇവിടെ എന്തുണ്ട്, ഇത് മെഗാസ്പൊറാഞ്ചിയ. ഇതെന്താണ്, മെഗാസ്പൊറാഞ്ചിയ. ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു മെഗാസ്പോർ ഉണ്ടാവും. മെഗാസ്പൊറാഞ്ചിന്റെ ഉള്ളിൽ ഒറ്റ ഒരെണ്ണം ഉണ്ടാവും കേട്ടോ. മറ്റോടത്ത് കുറെ മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഒരൊറ്റ മെഗാസ്പോർ ഉണ്ട്. ഓക്കെ, ഇതിനെന്ത് സംഭവിക്കും, ഈ മെഗാസ്പോറിന് എന്ത് സംഭവിക്കും, മിയോസിസ് നടക്കും. മിയോസിസ് നടന്നിട്ട് എന്താ ഉണ്ടാവാന്നറിയോ, മിയോസിസ് നടന്നിട്ട് 4 മെഗാ സ്പോർസ് ഉണ്ട്. എന്തുണ്ടാവും, മെഗാസ്പോർസ് ഉണ്ടാവും. ഈ ഡീജനറേറ്റ് ചെയ്യും. ഒന്ന് മാത്രം എന്തുണ്ടാവുള്ളൂ, ഫങ്ഷണൽ ഉണ്ടാവുള്ളൂ. 4 ഉണ്ടായെങ്കിൽ 3 ഡീജനറേറ്റ് ചെയ്യും, ഒരെണ്ണം മാത്രം എന്തുണ്ടാവുള്ളൂ, ഫങ്ഷണൽ ഉണ്ടാവുള്ളൂ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ നമ്മൾ എന്ത് വിളിക്കും, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളില് എന്തുണ്ടാവും, ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാവും അല്ലെ. ഇതിനുള്ളിൽ എന്തുണ്ടാവും, ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാവും. അങ്ങനെ ഇവിടെ എന്ത് നടക്കും, ഇവിടെ എന്ത് നടന്ന്, ഫ്യൂഷൻ നടന്ന്, എന്നിട്ട് എന്തുണ്ടാവും, സൈഗോട്ട് ഉണ്ടായി, എംബ്രിയോ ആയി, എന്നിട്ട് അതെന്തുണ്ടാവും, സീഡ്. ഓക്കെ, ഫ്രൂട്ട് ഇല്ല നമുക്കറിയാം, അപ്പൊ എന്തുണ്ടാവും, സീഡാവും. ഫ്യൂഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടായി, എംബ്രിയോ ഉണ്ടായി, സീഡായി. അപ്പൊ ഇതാണ് എന്ത്, ലൈഫ് സൈക്കിൾ ഓഫ് ജിംനോസ്പേം. ഉണ്ട്, മെഗാസ്പോറോഫിൽ ഉണ്ട്. മൈക്രോസ്പോറോഫിൽമ മൈക്രോസ്പൊറാഞ്ചി ഉണ്ടാവും, മെഗാസ്പോറോഫിൽമ മെഗാസ്പൊറാഞ്ചി ഉണ്ടാവും. മൈക്രോസ്പൊറാഞ്ചിനുള്ളിൽ കുറെ മൈക്രോസ്പോർ മദർ സെൽസ് ഉണ്ട്. അതിന് മിയോസിസ് നടക്കുമ്പോൾ കുറെ മൈക്രോസ്പോർസ് ഉണ്ടാവും. ഈ മൈക്രോസ്പോർസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് വിൻഡ് വഴി വരും, എവിടേക്ക് എത്തും, ഫീമെയിലേക്ക് എത്തും. ഫീമെയിലിൽ എന്താണ്, മെഗാസ്പൊറാഞ്ചിന്റെ ഉള്ളിൽ ഒരു മെഗാസ്പോർ മദർ സെൽ ഉള്ളൂ. ഇവിടെ ഒരുപാടുണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇത് മിയോസിസ് നടന്നിട്ട് 4 മെഗാസ്പോർ ഉണ്ടാവും. ഒരു മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നിട്ട് 4 മെഗാസ്പോർ ഉണ്ടാവും. ഇതിൽ 3 എന്ത് ചെയ്യും, ഡീജനറേറ്റ് ആയി പോകും. ഒരെണ്ണം മാത്രമേ ഫങ്ഷണൽ ഉണ്ടാവുള്ളൂ. അതാണ് എന്ത്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാമേറ്റ് ബെയറിംഗ് ഫീമെയിൽ സെക്സ് ഓർഗൻ. ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിൽ ഫീമെയിൽ ഗാമേറ്റ് ഉണ്ട്. അപ്പൊ നേരത്തെ വന്ന മെയിൽ ഗാമറ്റും നമ്മളെ ഫീമെയിൽ ഗാമറ്റും കൂടി ഇവിടെ എന്ത് നടന്ന്, ഫ്യൂഷൻ നടന്നു. എന്നിട്ട് സൈഗോട്ട് ഉണ്ടായി, എംബ്രിയോ ഉണ്ടായി, അതെന്തുണ്ടാവും, സീഡായിട്ട് മാറും. അപ്പൊ ഇതാണ് എന്ത്, ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിൾ. ശരിക്കും ഇവിടെയാണ് പറയേണ്ടിയിരുന്നത്, പക്ഷെ സ്പേസ് വിട്ടത് കറക്റ്റ് ആയില്ല. നിങ്ങളുടെ NCERT-ൽ എന്താ പറഞ്ഞിരുന്നത് കൂടി നോക്കാം. ഇത് ജിംനോസ്പേംസ്. ജിംനോ മീൻസ് നേക്കഡ്, സ്പെർമ മീൻസ് സീഡ്സ്. അപ്പൊ ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്, നേക്കഡ് സീഡ്സ്. Are plants in which the ovules are not enclosed by any ovary wall and remain exposed, അല്ലെ, both before and after fertilization. The seeds that develop
പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ആർ നോട്ട് കവേർഡ്. ഫെർട്ടിലൈസേഷന്റെ ശേഷം ഉണ്ടാവുന്ന സീഡ് എന്തല്ല, കവേർഡ് അല്ല, എന്താണ്, നേക്കഡ് ആണ്. ജിംനോസ്പേംസ് ഇൻക്ലൂഡ് മീഡിയം സൈസ്ഡ് ട്രീസ് ഓർ ടോൾ ട്രീസ് ആൻഡ് shrubs. വൺ ഓഫ് ദി ജിംനോസ്പേം, മറക്കരുത്, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദി ജിംനോസ്പേം, the giant redwood tree sequoia is one of the tallest tree species. ചോദിക്കും, among gymnosperm which is the tallest tree species? ഏതാണ്? sequoia. പിന്നെന്താണ്? the roots are generally tape roots. Root in some genera have fungal association to form mycorrhiza. അതായത് ജിംനോസ്പേമിന്റെ റൂട്ടും ഫംഗയും കൂടി ഫംഗൽ അസോസിയേഷനുടെ പേരാണ് എന്ത്? മൈക്കോറൈസ. അത് ഏതിലാ കാണുന്നത്? പൈനസിലാണ് കേട്ടോ. വൈൽ ഇൻ സം അതർ, സൈക്കസിൽ എന്താ കാണുക? സ്പെഷ്യലൈസ്ഡ് റൂട്ട്സ് കോൾഡ് കോറലോയിഡ് റൂട്ട്സ് ആർ അസോസിയേറ്റഡ് വിത്ത് N2 ഫിക്സിംഗ് സൈനോബാക്ടീരിയ. അപ്പൊ മൈക്കോറൈസ കാണുന്നത് പൈനസിലും കോറലോയിഡ് റൂട്ട് കാണുന്നത് ഏതിലാണ്? സൈക്കസിലും. മറക്കരുത്. The stems are unbranched. പിന്നെ ഇതൊക്കെ ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണ്. അൺബ്രാഞ്ചഡ് സ്റ്റെം ഉള്ളത് സൈക്കസിലും ബ്രാഞ്ചഡ് ഉള്ളത് പൈനസിലും സെൻട്രസിലും. അൺബ്രാഞ്ചഡ് ഉള്ളത് സൈക്കസിലും ബ്രാഞ്ചഡ് ഉള്ളത് പൈനസിലും സെൻട്രസിലും. പിന്നെ ലീവ്സ് സിമ്പിളും ആവാം, സിമ്പിൾ ഓർ കോമ്പൗണ്ട് ആവാം ലീവ്സ്. ഇൻ സൈക്കസ് the pinnate leaves persist for a few years. The leaves in gymnosperms are well adapted to withstand the extreme temperature and humidity and wind. നമ്മൾ പറഞ്ഞ കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതൊക്കെ നീഡിൽ ലൈക്ക് ലീവ്സ്, സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടിയിട്ട്, തിക്ക് ക്യൂട്ടിക്കിള്, സങ്കൺ സ്റ്റൊമേറ്റ ഒക്കെ എന്താണ്? വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ അഡാപ്റ്റേഷൻസ് ആണ്. പിന്നെന്താ? The gymnosperms are heterosporous. They produce haploid microspore and megaspore. The two kinds of spores are produced within sporangia that are borne on sporophylls, which are arranged spirally along an axis to form lax or compact strobili or cones. ഒന്നുമില്ല. സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാല് കോമ്പാക്ട് ആയിട്ട് സ്പോർസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാല്. ഈ സ്പൊറാഞ്ചിയ ലീവ്സ് കാണുമ്പോൾ നമ്മൾ ആ ലീവ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പോറോഫിൽ. The strobili bearing microsporophylls and microsporangia are called microsporangiate or male strobili. അതായത് മൈക്രോസ്പൊറാഞ്ചിയ ബെയർ ചെയ്യുന്ന മൈക്രോസ്പോറോഫിൽ നമ്മൾ എന്ത് വിളിക്കും? മെയിൽ സ്ട്രോബൈലി എന്ന് വിളിക്കും. അതേപോലെ മെഗാസ്പൊറാഞ്ചിയ ബെയർ ചെയ്യുന്ന മെഗാസ്പോറോഫിലിനെ എന്ത് വിളിക്കും? ഫീമെയിൽ സ്ട്രോബൈലി എന്ന് വിളിക്കും. The microspore develop into a male gametophytic generation which is highly reduced and is confined to only a limited number of cells. This reduced gametophyte is called pollen grains. Reduce എന്നൊക്കെ പറഞ്ഞാല് ഇവിടെ നടക്കുന്ന മിയോസിസിനെയാണ് നമ്മൾ റെഡ്യൂസ് എന്ന് പറയുന്നത്. റെഡ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവും? മൈക്രോസ്പോർസ് ഉണ്ടാവും. അത് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് വിളിക്കും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ലൈഫ് സൈക്കിൾ വരച്ചു പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും. The development of pollen grains take place within the microsporangia. The cones bearing megasporophyll with ovules or megasporangia are called megasporangiate or female strobili. The male or female cones or strobili may be born on same tree. ചിലപ്പോൾ എന്ത് ചെയ്യും? മെയിലിനെയും ഫീമെയിലിനെയും The male or female cones or strobili may be born on same tree. അതെന്താണ്? മൊണീഷ്യസ്. രണ്ടും സെയിമിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്താവും? സൈക്കസിൽ എന്താണ്? മെയിലും ഫീമെയിലും എന്ത് ചെയ്യും? ഡിഫറെന്റ് ട്രീസിലായിരിക്കും. നമ്മൾ ഡൈഷ്യസ് വിളിക്കും. സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? മൊണീഷ്യസ് എന്ന് വിളിക്കും. ഡിഫറെന്റും ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡൈഷ്യസ് എന്ന് വിളിക്കും. ഓക്കെ, സെയിം ആണെങ്കിൽ എന്ത് വിളിക്കും? മൊണീഷ്യസ് എന്ന് വിളിക്കും. ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് വിളിക്കും? ഡൈഷ്യസ് എന്ന് വിളിക്കും.
The megaspore mother cell is differentiated to form one of the cells of the nucleus. The nucellus. The nucellus is protected by an envelope and the composite structure is called an ovule. The ovules are borne on megasporophyll, which may be clustered to form the female cones. The megaspore mother cell divides meiotically to form 4 megaspore. One of the megaspore enclosed within the megasporangium develop into multicellular female gametophyte. കാരണം ബാക്കി മൂന്നെണ്ണം എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്യും. That bear 2 or more archegonia or female sex organ. The multicellular female gametophyte is also retained within the megasporangium. മൾട്ടിസെല്ലുലാർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെ എവിടെ കാണാൻ പറ്റും? മെഗാസ്പൊറാഞ്ചിയത്തിൽ കാണാൻ പറ്റും. എവിടെ? ഇവിടെ മൾട്ടിസെല്ലുലാർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് റീറ്റെയിൻഡ് വിത്തിൻ എന്താണ്? മെഗാസ്പൊറാഞ്ചിയം അല്ലെ? മൾട്ടിസെല്ലുലാർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എവിടെയാണുള്ളത്? മെഗാസ്പൊറാഞ്ചിയത്തുമാണ് ഉള്ളത് അല്ലെ? അത് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും. ആരാണ് ഇങ്ങോട്ട് വരുന്നത്? പോളൻ ഗ്രെയിൻ ആണ് ഇങ്ങോട്ട് വരുന്നത്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇവിടെ നിന്ന് എങ്ങോട്ടും പോണില്ല അല്ലെ? അത് മെഗാസ്പൊറാഞ്ചിയത്തുമ്പോ തന്നെ എന്താണ്? നിൽക്കുകയാണ്. അത് മറ്റേത് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടത്തി അല്ലെങ്കിൽ ഇവിടെ ഫ്യൂഷൻ നടത്തിയിട്ടാണ് എന്തുണ്ടാവുന്നത്? സൈഗോട്ടും എംബ്രിയോ ഒക്കെ ഉണ്ടാവുന്നത്. അത്രയാണ് എന്തിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്? ജിംനോസ്പേമിനെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെ ഒരു ചെറിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പേം ആണ്. ആൻജിയോസ്പേം ആദ്യം ഒരുപാട് ഉണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ്? ഭയങ്കരമായിട്ട് എന്ത് ചെയ്ത് കട്ട് ഷോർട്ട് ചെയ്ത്. ആൻജിയോസ്പേമിന് ഭയങ്കരമായിട്ട് ലൈഫ് സൈക്കിൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെയും ലൈഫ് സൈക്കിൾ ഹാപ്ലോണ്ടിക് ഡിപ്ലോണ്ടിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈഫ് സൈക്കിൾ അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ ആൻജിയോസ്പേമിനെ പറ്റി പഠിക്കാനുള്ളത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നെന്താന്ന് വെച്ചാല് എന്താണ്? ലൈഫ് സൈക്കിൾ ഒന്നും പഠിക്കാനില്ല. ആൻജിയോസ്പേംസിൽ എന്താണ്? Seeds are enclosed by root wall അല്ലെ? മറ്റോടത്തെ പോലെ ഇവിടെ എന്തല്ല സീഡ്സ് എക്സ്പോസ്ഡ് അല്ല. ദേ ആർ എൻക്ലോസ്ഡ് ബൈ എന്താണ്? ഫ്രൂട്ട് വാൾ അല്ലെ? പിന്നെന്താണ്? ഇതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫ്രൂട്ട് കാണാൻ പറ്റും, ഫ്ലവർ കാണാൻ പറ്റും. പിന്നെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാല് എന്താണ്? ഇതില് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഓവറി എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇതെന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? സീഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓവറി ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓവ്യൂൾ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? സീഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ. പിന്നെ പറയാനുള്ളത് ആൻജിയോസ്പേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് രണ്ട് ഡിവിഷൻ? ഒന്നാണ് മോണോകോട്സ്, ഇതാണ് എന്ത്? ഡൈക്കോട്സ്. നമുക്കറിയാം വിച്ച് വേർ വൺ കോട്ടിലിഡ് എന്നാണ് എന്ത്? മോണോകോട്ട്. രണ്ട് കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡൈക്കോട്ട്. കോട്ടിലിഡൻ പറഞ്ഞ എന്താണ്? നമ്മളിപ്പോ ഇപ്പൊ ചില എന്താ പറയാ, ഇപ്പോ ചില സംഭവങ്ങൾ ഇപ്പൊ റൈസ്, നമ്മൾ അരി നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് രണ്ട് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു മോണോകോട്ടാണ്. വേറെ നമ്മളെ ഈ പുട്ടിലൊക്കെ ഉള്ള കടല സംഭവങ്ങളൊക്കെ ഇല്ല, നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് രണ്ട് ഹാഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? ഡൈക്കോട്ട്. ഡൈക്കോട്ടിൽ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടാവും. മോണോകോട്ടിൽ എന്തുണ്ടാവുള്ളൂ? ഒറ്റ കോട്ടിലിഡനെ ഉണ്ടാവുള്ളൂ.
ആൻജിയോസ്പേമിന്റെ ലൈഫ് സൈക്കിളും കാര്യങ്ങളൊന്നും ഇപ്പൊ എന്തില്ല, പഠിക്കാനില്ല. പണ്ടേനു പഠിക്കാനുണ്ടായിരുന്നത്. ഇപ്പൊ ആൻജിയോസ്പേമിനെ പറ്റിയിട്ട് എന്തേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഞാൻ ആഡ് ചെയ്ത് ഒരുപാടായി പോയി, ഇതൊന്നും ഇപ്പൊ ഇല്ല. ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ഈ സംഭവങ്ങളൊന്നും എന്തില്ല, ഇപ്പൊ ഇല്ല. Unlike gymnosperms, where the ovules are naked, in angiosperm or flowering plants, the pollen grains and ovules are developed in special structure called flowers. അതായത് ഫ്ലവറിലാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, പോളൻ ഗ്രെയിൻസും ഒവ്യൂളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻജിയോസ്പേംസ് ആർ നോൺ ആസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ജിംനോസ്പേം ഈ ഫ്ലവർ ഉണ്ടാവില്ല. The angiosperms, the seeds are enclosed in fruits. Seeds എന്താണ്, enclosed by fruits ആണ്. Angiosperms are an exceptional large group of plants occurring in wide range of habitat. ഇവിടെ ഒരു സൈസ് വേരിയേഷനെ പറ്റി പറയുന്നുണ്ട്, നോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. They range in size from smallest angiosperm ആണ് വോൾഫിയ to tall tree ഏതാണ്, യൂക്കാലിപ്റ്റസ്. സ്മോളസ്റ്റ് angiosperm ഏതാണ്, വോൾഫിയ. They provide us with food, fodder, fuel, medicine, several other commercial important products. എന്താണ് യൂസസ് ഓഫ് ആൻജിയോസ്പേംസ്? നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ വേറെ ഒരുപാട് യൂസസ് എന്തിനുണ്ട്, ആൻജിയോസ്പേംസിനുണ്ട്. രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? ഡൈകോട്ടിലിഡൻസ് ഉണ്ട്, മോണോകോട്ടിലിഡൻസ് ഉണ്ട്. The dicotyledons are characterized by seeds having two cotyledons. Okay, wait ചെയ്യണം. ഇത് dicotyledons are characterized by seeds having two cotyledons, reticulate venation, and tetramerous or pentamerous flowers. നമുക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി വൃത്തിക്ക് മനസ്സിലാവും. മുന്നേ പഠിച്ചിക്കണോന്ന് എനിക്കറിയില്ല. രണ്ട് ടൈപ്പ് വീനേഷൻ ഉണ്ട്. റെട്ടിക്കുലേറ്റ് വീനേഷൻ ഉണ്ട്, പാരലൽ വീനേഷൻ ഉണ്ട്. ലീവ്സിൽ കാണുന്ന പാറ്റേൺ ആണ്. റെട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാല് ഇതൊരു ലീഫാണ് വിചാരിക്കുക, ഇത് വേറൊരു ലീഫാണ്. റെട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, പ്രത്യേകിച്ച് മോണോകോട്സിലാണ് യൂഷ്വലി റെട്ടിക്കുലേറ്റ് വീനേഷൻ കാണും. ഇങ്ങനെ ഭയങ്കര. പാരലൽ വീനേഷൻ പറയുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് എന്ത് പാരലൽ വീനേഷനിലുണ്ട്. അതാണ് റെട്ടിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. ആക്ച്വലി മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുമ്പോൾ ലീവ്സിന്റെ പഠിക്കുമ്പോൾ വൃത്തിക്ക് പഠിക്കാൻ പറ്റും, ഇത് വൃത്തിക്ക് പറയും. പിന്നെ പറയുന്നത് എന്താണ്, ഫ്ലവേഴ്സ്, ടെട്രാമറസ് അല്ലെങ്കിൽ പെന്റാമറസ് ഫ്ലവേഴ്സ്. അത് പറയുന്നത് ഫ്ലവറിന്റെ പെറ്റലിനെ പറ്റിയിട്ടാണ്. അപ്പോ 4 പെറ്റലുള്ള ഒരു ഫ്ലവർ നമ്മൾ എന്ത് വിളിക്കും, ടെട്രാമറസ് എന്ന് വിളിക്കും. നേരെ മറിച്ച് 1 2 3 4 5 5 പെറ്റലാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അതിനെ പെന്റാമറസ് എന്ന് വിളിക്കും. അപ്പൊ യൂഷ്വലി ഒരു മോണോകോട്ടിന് എന്താ ഉണ്ടാവുക, റെട്ടിക്കുലേറ്റ് വീനേഷൻ ഉണ്ടാവുക, ടെട്രാമറസ് അല്ലെങ്കിൽ പെന്റാമറസ് ഫ്ലവേഴ്സ് ആവുക. 4 or 5 members in each floral verse. ഇനി മോണോകോട്ടിലിഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, മോണോകോട്സിലാണെങ്കിൽ എന്താണ്, സിംഗിൾ കോട്ടിലിഡൻ ആയിരിക്കും, പാരലൽ വീനേഷൻ ആയിരിക്കും, ട്രൈമറസ് ഫ്ലവർ ഹാവിംഗ് 3 members ആയിരിക്കും. ഡൈക്കോട്ടിലാണെങ്കിൽ എന്താണ്, ടെട്രാമറസ് അല്ലെങ്കിൽ പെന്റാമറസ് ആയിരിക്കും, റെട്ടിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും, സിംഗിൾ കോട്ടിലിഡനെ ഉണ്ടാവുള്ളൂ. സോറി 2 കോട്ടിലിഡൻസ് ഉണ്ടാവും. മോണോകോട്ടിലിഡൻസിലാണെങ്കിൽ ഒറ്റ കോട്ടിലിഡനെ ഉണ്ടാവുള്ളൂ, പാരലൽ വീനേഷൻ ആയിരിക്കും, അതേപോലെ ട്രൈമറസ് ആയിരിക്കും എന്ത്, ഫ്ലവറിന്റെ പാറ്റേൺ. ഇത്രയേ ഉള്ളൂ ആൻജിയോസ്പേമിനെ പറ്റി. ഈ പോർഷൻസ് ഒക്കെ ഇപ്പൊ ഇല്ല, ഒമിറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പൊ ആൻജിയോസ്പേംസിനെ പറ്റി എന്താണ്, ഇത്രേ അറിഞ്ഞാൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ബ്രയോഫൈറ്റിനെ പറ്റി പറഞ്ഞ്,
ബ്രയോഫൈറ്റ്സിനെ പറ്റി പറഞ്ഞ് ഫീച്ചേഴ്സ് പറഞ്ഞ് 2 ക്ലാസിഫിക്കേഷൻ യൂണിവേഴ്സ് മോസസ് അതിന്റെ രണ്ടിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, ടെറിഡോഫൈറ്റ്സ് ടെറിഡോഫൈറ്റ്സിനെ പറ്റി പറഞ്ഞ് അതിന്റെ ലൈഫ് സൈക്കിൾ പറഞ്ഞ്, അതേപോലെ ജിംനോസ്പേമിനെ പറ്റി പറഞ്ഞ് ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിൾ പറഞ്ഞ്, ഇവിടെ ഇതാട്ടോ ജിംനോസ്പേമിന്റെ ലൈഫ് സൈക്കിള്. അതേപോലെ ആൻജിയോസ്പേമിനെ പറ്റി വളരെ കുറച്ച് ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്ലാന്റ് കിങ്ഡം. വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. നീ വായിക്കുമ്പോ കുറേ ഡൗട്ട് വരും, ഉറപ്പാണ്. പ്രത്യേകിച്ച് ജിംനോസ്പേം ഒക്കെ വായിക്കുമ്പോ കുറെ ഡൗട്ട് വരും. ഡൗട്ട് വരുമ്പോ ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യാം.